അസ്സലാമലൈക്കും. ഹവാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചില്ലി ചിക്കനാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള നല്ലൊരു ചില്ലി ചിക്കനാണ്. അതിന് പിന്നെ ഫ്രൈഡ് റൈസും ഉണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. നല്ല ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. പിന്നെ ചില്ലി ചിക്കൻ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള നല്ലൊരു ചില്ലി ചിക്കനാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. എല്ലുള്ളതും ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടെ കൂടിയാണ് എടുത്തേക്കുന്നത്. അതെല്ലാം കഴുകി നല്ലവണ്ണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ കളയാൻ വെക്കണം. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇടണം. അതിലേക്ക് 1.5 ടീസ്പൂണ് മുളക് പൊടി, നല്ല കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നല്ല കളറ് കിട്ടും. അതിന് വേറെ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ 1.5 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ടാൽ മതി. സോയാ സോസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ടാൽ മതി. 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് ഇടുന്നത്. ഒരു കോഴിമുട്ടയും പൊട്ടിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസാണ്. സോയാ സോസ് ഒഴിച്ച് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വേണം ഈ ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ചിക്കൻ്റെ പീസ് ഇട്ടിട്ടും അതും കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് നല്ലോണം മസാലയൊക്കെ ഈ ചിക്കനിൽ പിടിപ്പിച്ച് വെക്കണം. ഒരു അരമണിക്കൂർ സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോളം വെക്കണം. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഈ മസാലയൊക്കെ പിടിക്കാനായിട്ടൊന്ന് ഇത് വെക്കണം. വെച്ചതിന് ശേഷം അതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഇത് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കണം. ആ സമയം കൊണ്ട് ഇത് സെലറിയുടെ ഇലയാണ്. തണ്ടെടുക്കരുത്. തണ്ട് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ഇടാൻ വേണ്ടി എടുക്കുമല്ലോ. അപ്പോൾ ആ ഇല നമ്മൾ ഫ്രൈഡ് റൈസിനൊന്നും എടുക്കാറില്ല. ആ ഇലയും ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ആ ഇലയും 1 ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കണം. ഈ വെള്ളം വേണം ചില്ലി ചിക്കനിൽ ഒഴിക്കാനായിട്ട്. ചില്ലി വെള്ളത്തിന് പകരം ഈ വെള്ളം ഒഴിക്കണം. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. റെസ്റ്റോറൻറ്റിലൊക്കെ അങ്ങനെയാണ് ചെയ്യണത്. അവിടെയൊക്കെ ഇതേപോലെ സെലറിയുടെ ഇല തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കണത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് അത് ചിക്കനെല്ലാം വറുത്ത് കോരി മാറ്റിയതിന് ശേഷം ആ ഓയിലിലേക്ക് തന്നെ ഒരു 4 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും, ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും, ഒരു സവാള, ഒരു വലിയ സവാളയാണ്, 1 ക്യാപ്സിക്കം, സ്പ്രിങ് ഓണിയനും ഇടണം. ഈ സവാളയും ക്യാപ്സിക്കവും സ്ക്വയറായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. സ്പ്രിങ് ഓണിയനും ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് വഴറ്റണ്ട, ഒന്ന് വഴറ്റിയിട്ടാൽ മതി. അതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇടണം. നമ്മുടെ എരിവിനനുസരിച്ചിടാം. ഇതൊരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. കുരുമുളക് പൊടിയാണ് കൂടുതൽ ഇടേണ്ടത്. മുളക് പൊടി കുറച്ചിട്ടാൽ മതി. കളറിന് വേണ്ടിയാണ് മുളക് പൊടി ഇടുന്നത്. അതിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. അത് പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയാ സോസും 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ടായിരിക്കും. ഈ ഉള്ളിയൊക്കെ അതിലേക്ക് ഒഴിക്കണം. ആ വെള്ളം സെലറി ഇട്ട് തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ചപ്പോൾ കുറച്ച് വെള്ളമായിട്ടുണ്ട്, ഗ്രേവിയായി. ആ വെള്ളം തന്നെ ഒഴിക്കണം. അതാണ് ടേസ്റ്റ്, സെലറിയുടെ വെള്ളം. അതിന് ശേഷം ഈ ചിക്കനൊക്കെ വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പം ഈ ചിക്കൻ വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ആ സമയം കൊണ്ട് ഒരു ടീസ്പൂൺ പിന്നെ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ കോൺഫ്ലവർ ഒഴിക്കണത്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളവും കൂടെ എടുത്തിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് ഗ്രേവി എന്തോരം വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. പിന്നെ അത് ചില്ലി ചിക്കനൊന്നും അധികം ഗ്രേവി വേണ്ടല്ലോ. എന്നിട്ട് ഈ സമയത്താണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. നേരത്തെ ഉപ്പിട്ട് കൊടുക്കേണ്ട. സോയാ സോസിലും ഇതിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ കറി ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ കറിയൊക്കെ നല്ലോണം വറ്റി നല്ല കൊഴുത്ത ഗ്രേവിയുള്ള നല്ല ഒരു ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് പിന്നെ കോമ്പിനേഷനായിട്ട് ഫ്രൈഡ് റൈസും ഉണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ഇതിൽ മുന്നത്തെ ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. നല്ല ചില്ലി ചിക്കനാണ്. നമുക്കിനി റെസ്റ്റോറൻറ്റിൽ പോയൊന്നും ചില്ലി ചിക്കൻ വാങ്ങിക്കേണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ല ടേസ്റ്റുള്ളൊരു ചില്ലി ചിക്കനാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ഫ്രൈഡ് റൈസും ഉണ്ട്. നല്ല ഒട്ടിപ്പിടിക്കാത്ത നല്ല ഫ്രൈഡ് റൈസാണ്. അതിന് കോമ്പിനേഷനായിട്ട് ഒരു ചില്ലി ചിക്കനുമാണ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.